ഈ സമരസമിതിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ ഇപ്പോൾ ശ്രീമതി ബിന്ദു ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു, അസ്കർ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടല്ലോ, പ്രശാന്ത് മലവയൽ പറഞ്ഞതും കേട്ടല്ലോ. ഈ ആരോഗ്യമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് കേന്ദ്രമാണ് നടപടി എടുക്കേണ്ടത്, സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. കേന്ദ്രം ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? സമരക്കാർ ആ കാര്യത്തിൽ മൗനത്തിലാണ് എന്നതാണ് നിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്ഷേപം. ഇത് ഈ ആക്ഷേപം സഖാവ് ഹസ്കറും സഖാവ് കെ എൻ ഗോപിനാഥനും സഖാവ് എളമകരങ്കരിയും അടക്കമുള്ള വലിയ നേതാക്കന്മാരും പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ പല മന്ത്രിമാരും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവർ തന്നെ ഇത് എത്ര ഒരു അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഒരു സ്ഥിരം പല്ലവി. അതിനപ്പുറത്തേക്കായിട്ട് ഇതിലൊന്നും കാണുന്നില്ല. പിന്നെ സഖാവ് ഹസ്കർ വളരെ വിദഗ്ധമായി 465 പേരുടെ എണ്ണമൊക്കെ അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു തൊഴിൽ സമരത്തിൽ എത്ര പേര് പങ്കെടുത്താൽ ആ സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അത് ന്യായമാണെന്ന് പറയും? അങ്ങനെ വല്ല ശതമാന കണക്കും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ ഇവിടെ 435 പേരാണോ 10,000 പേരാണോ എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ 50 ദിവസമായിട്ട് ഇവിടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ എന്തൊരു വർത്താനമായിരുന്നു പറയുന്നത്. പിന്നെ എന്താണ് ഈ EMSനെ AKG ഒക്കെ പറഞ്ഞതിൻ്റെ അത്രയും വരത്തില്ലെന്ന് ഞങ്ങളെ പറയുന്നത്. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് സഖാക്കളെ? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? AKGയും EMSനെയൊക്കെ പറഞ്ഞത് തെമ്മാടിത്തരവും തോന്നിയാസമാണെങ്കിൽ അത് തോന്നിയാസമാണെന്ന് പറയണം, അല്ലേ? അത് ചോദ്യം ചെയ്തിട്ടില്ല അന്ന് നാട്ടുകാർ. അപ്പോൾ അതുകൊണ്ട് അവരെ പറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോഴത്തേക്ക് ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ വന്ന് കൂലി കൂട്ടി ചോദിച്ചാൽ അതൊക്കെ അത്രയൊന്നും വരുന്നില്ല, ഞങ്ങൾ അത്രയും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മേനി നടിക്കുകയാണോ നിങ്ങൾ കാണിക്കുന്നത്? എന്തൊരു മോശത്തരമാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തൊഴിലാളി സമരത്തോട് ഏറ്റവും സ്ത്രീ വിരുദ്ധമായ നിലപാട്, ഇതെല്ലാം സ്ത്രീ വിരുദ്ധമാണ്. അത്രയും സ്ത്രീ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് എല്ലാ വലിയ കൊടികെട്ടിയ നേതാക്കന്മാർ വന്നിരുന്നിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ട് അത് ഏതാണ്ട് കേമത്തമാണെന്നാണ് ഈ ഹസ്കറിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിക്കുന്നത് ഇദ്ദേഹം എന്ത് പറയുന്നത്? ഇതിന് ഞങ്ങൾ എത്ര തവണ ഉത്തരം തന്ന് ഈ ഹസ്കർ സഖാവിനടക്കം ഇതിന് ഉത്തരവ് അറിയാം. പോണ്ടിച്ചേരിയിൽ 18,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെൻറ് അല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആദ്യമേ സഖാവ് ഹസ്കർ പോയി ആരാണ് ബന്ധപ്പെട്ട NHM ഡയറക്ടറേറ്റിലോ സ്റ്റേറ്റ് മിഷൻ്റെ അടുത്തോ ഫൈനാൻസ് ഓഫീസറുടെ അടുത്തോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അടുത്തോ പോയെന്ന് ചോദിച്ചൊരു വ്യക്തത വരുത്തിയിട്ട് വരണം. ഈ ഓണറേറിയം കൊടുക്കുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന കാശിൽ നിന്നാണോ ഓണറേറിയം കൊടുക്കുന്നത്? അതല്ല സംസ്ഥാന സർക്കാരാണ് തരുന്നത്. അതിനകത്തൊരു വ്യക്തത വരുത്തണം. ഞങ്ങൾക്ക് എന്തായാലും ഇവർ ആവർത്തിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു വ്യക്തതയുണ്ട്. അത് സംസ്ഥാന സർക്കാരാണ് തരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത സമയത്തും അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ഓണറേറിയം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതും വലുതുമായ തുക, വ്യത്യസ്തമായ തുകയാണ്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ഈ കേരളത്തിൽ 10 വർഷത്തിന് മുമ്പ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഞാൻ കറണ്ട് ചാർജ് കൊടുത്തുകൊണ്ടിരുന്നത് 450 രൂപയാണ്. അതിൽ നിന്ന് എൻ്റെ വീട്ടിൽ സ്ഥാപനരംഗ വസ്തുക്കൾ അല്ലെങ്കിൽ ഇലക്ട്രിക് സാധനങ്ങളോ അധികമൊന്നും വർദ്ധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ കൊടുക്കുന്നത് 3000 രൂപയാണ്. 10 വർഷം മുമ്പ് 450 രൂപ കൊടുത്തിരുന്നത് ഞാൻ ഇന്ന് കൊടുക്കുന്നത് 3000 രൂപയാണ്. ഞാൻ 3, 4, 5 മാസം കൂടുമ്പം 60 രൂപ 62 രൂപ വാട്ടർ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു മാസം 450 രൂപ 500 രൂപയും കൊടുക്കുകയാണ്. എനിക്ക് മിനിമം ചാർജിന് 10 വർഷത്തിന് മുമ്പ് 5 രൂപയ്ക്കോ 6 രൂപയ്ക്കോ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും ദൂരം ഇന്ന് ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ 13 രൂപ 15 രൂപ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണോ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ട്, അല്ലെ ചാർജുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ടാക്സുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? GST ഓരോ സാധനത്തിനും 14% GST വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ സംസ്ഥാന സർക്കാർ? അല്ല, ഏതിനകത്തുനിന്നെങ്കിലും ആശാ വർക്കർമാർക്ക് 232 രൂപയെ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നൊന്നും ഒരിടത്തും പറയുന്നില്ലല്ലോ. 10 വർഷം മുമ്പ് 1 കിലോ അരിക്ക് എത്ര രൂപയായിരുന്നു? 1 കിലോ അരിക്ക് എത്ര രൂപയായിരുന്നു 10 വർഷം മുമ്പ്? അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് പറയാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. 10 വർഷത്തിന് മുമ്പ് നിങ്ങൾ ജീവിച്ച പണം കൊണ്ടാണോ ഇന്ന് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ? ജീവിത ചെലവുകൾ എത്ര കൂടിയിട്ടുണ്ട്? അപ്പോൾ ജീവിത ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ച് തരണമെന്നുള്ളത് അതൊരു സ്വാഭാവിക നടപടിയാണ്, ചോദിക്കാതെ വർദ്ധിപ്പിച്ചു തരേണ്ടതാണ്. മറിച്ച് അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഠിനമായ സമരം നടത്തിയത് ചോദിക്കേണ്ടി വരുന്നത്.